ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരോപണങ്ങളിൽ ഏറ്റവും വലിയ ആരോപണം ഇസ്ലാമിന്റെ മേൽ ഉന്നയിക്കുന്നത് സ്ത്രീയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിന് സ്ത്രീയിൽ ഒരു സ്ഥാനമില്ല, അവൾ മൂടിപ്പുതച്ച് കിടക്കുന്നവളാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന കാഴ്ചപ്പാടിൽ ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ വക്താക്കൾ സ്ത്രീ ശാക്തീകരണം മുന്നിൽ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ സഹോദരിമാരായ സ്ത്രീകളെ മുന്നിലിറക്കിയിട്ട് എല്ലാ മേഖലയിലും സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മുന്നിൽ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് സഹോദരിമാരെ തെരുവിറക്കാൻ വേണ്ടിയുള്ള അജണ്ട വർത്തമാന കാലഘട്ടത്തിൽ അരങ്ങേറിയിട്ട് കാലങ്ങളേറെയായി. അതിനൊക്കെ ഒരു തക്ക മറുപടി എന്നോണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങൾ നാം വായിച്ചത് ഹേമ കമ്മീഷന്റെ വാർത്തയാണ്. ഇന്ന് ലോകം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സിനിമാ ലോകത്തിൽ ആ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ പറ്റിയിട്ട് 2017 ഒരു പ്രശസ്ത സിനിമാ നടി ഒരു പ്രശസ്ത സിനിമാ നടൻ ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു എന്ന് ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നടക്കുമ്പോൾ 2017 രൂപം കൊണ്ട ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് 250ഓളം വരുന്ന പേജുകൾ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തു വന്നത്. സർക്കാർ ഇതുവരെ തടഞ്ഞു വെച്ചേക്കായിരുന്നു, ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവന്നു. അത് വലിയ വാർത്തയായിരിക്കുകയാണ്. ഇസ്ലാമിൽ സ്ത്രീയുടെ സ്ഥാനം എന്താണ്? ഒരു പെണ്ണിനെ ഇസ്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇസ്ലാമിൽ മൂടപ്പെട്ട് കിടക്കേണ്ടവനാളോ പെണ്ണ് എന്നുള്ള ചിന്ത ഈ വിഷയത്തിന്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. സ്ത്രീകളെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ കപട മുസ്ലിം നാമധാരികളായ നമ്മുടെ സമൂഹത്തിന്റെ പേരും പറഞ്ഞ ചില ആളുകൾ തന്നെ, ചില പ്രസ്ഥാനക്കാർ തന്നെ സ്ത്രീകളെ എപ്പോഴും മുന്നിൽ പ്രദർശിപ്പിക്കാറുണ്ട്. എന്താ സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയ, എന്താ അവർ റോഡിൽ സമരം ചെയ്താൽ എന്തുകൊണ്ടാണ് അവർക്ക് മുഖ്യധാരയിൽ വന്നുകൂടെ എന്നൊക്കെയാണ് അവർ ചോദിക്കല്. ഇതിന്റെയൊക്കെ അനന്തരഫലങ്ങളാണ് ഇപ്പോൾ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടുകളിലും, അതുകൂടാതെ കൊൽക്കട്ടയിൽ RG കാർ മെഡിക്കൽ കോളേജിലെ ഒരു പാവപ്പെട്ട സഹോദരിയെ ദാരുണമായി ബലാത്സംഗം ചെയ്തു കൊന്നതും നമ്മുടെ വാർത്തകൾ വായിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയെല്ലാം വിശുദ്ധമായ ഖുർആൻ നമ്മൾ എപ്പോഴും ജുമാ ദിവസത്തിൽ ആരംഭത്തിൽ കേൾക്കുന്ന ഒരു ഖുർആന്റെ ആയത്ത്, ആ ആഴ്ചയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട സംഭവങ്ങളുടെ മുന്നിൽ നമ്മൾ ഓതി വെക്കേണ്ട ഒരു ആയത്ത് തന്നെയാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ ഓതാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹുവിന്റെ ഖുർആൻ, നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്. നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ധാരാളം പറയാനുണ്ടെങ്കിലും ചുരുക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമാ യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫാ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ട് ഏറ്റവും അവസാനമായിട്ടാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. ആ മനുഷ്യനെ പടച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമാ. മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, അവന്റെ ഇച്ഛകളിൽ എപ്പോഴും അവൻ ആകൃഷ്ടനായി അതിലോട്ട് ചാഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണോ അവന്റെ ശരീരത്തിന്റെ ഇച്ഛ, അതിലോട്ട് അവൻ തെന്നിമാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വഖുലിഖൽ ഇൻസാനു ളഈഫാ. മനുഷ്യനെ നാം ബലഹീനനായിട്ടാ പടച്ചിരിക്കുന്നത്. മനുഷ്യൻ ബലഹീനനാണ്. ഏതൊക്കെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും മനുഷ്യരെ നമ്മൾ ബലഹീനരാണ്. ആജിസൻ അൻ മുഖാലഫത്തി ഹവാഹു ഗൈറ ഖാദിരിൻ അലാ മുഖാബലത്തി ദവാഇഹി. അവന്റെ മുന്നിലുള്ള എത്ര ശക്തമായ കാര്യങ്ങളാണെങ്കിലും, അവൻ കണ്ടുപിടുത്തക്കാരനാണെങ്കിലും, അവന്റെ മുന്നിലുള്ള അവന്റെ ഇച്ഛ, അവന്റെ ശാരീരികമായ ആഗ്രഹം, അതിന്റെ മുന്നിൽ അവൻ ദുർബലനാണ്. ഇവിടെ മഹാനായ കിൽബി റഹിമഹുള്ള പറയുന്നുണ്ട്, ലാ യസ്ബിറു അനിൻ നിസാഇ. അവൻ ബലഹീനനാണെന്നുള്ള വിഷയത്തിൽ മുഫസ്സിരീങ്ങൾ ഈ വിഷയത്തെ തഫ്സീർ ചെയ്തുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നതിൽ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, സ്ത്രീയുടെ വിഷയത്തിലാണ് മനുഷ്യന്റെ ബലഹീനതയിൽ കൂടുതലും കാണപ്പെടാറുള്ളത്. നാം എല്ലാവരും സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവരാണ്. അവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഏറ്റവും മാന്യന്മാരായ നമ്മുടെ മുന്നിന്റെ സമൂഹത്തിൽ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ മുന്നിൽ ഒരു വൃത്തികെട്ട വാർത്തകളോ നമുക്കെതിരിൽ ഒരു അശ്ലീലതയുടെ സംഭവങ്ങളോ നമ്മുടെ മേൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. നമ്മളൊക്കെ മാന്യന്മാരാണ്. പക്ഷെ വിശുദ്ധ ഇസ്ലാം പറയുന്ന ചില കാര്യങ്ങൾ അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കണം.
ഇമാം വക്കീഅ റളിയല്ലാഹു അൻഹു, അതായത് നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഈ വക്കീഅ. യദ്ഹബു അഖ്ലുഹു ഇൻദഹുന്ന. ഒരു പെണ്ണ് ഒരു ആണിന്റെ അടുത്ത് വന്നാൽ, ഒരു സ്ത്രീ ഒരു ആണിന്റെ അടുത്ത് വന്നാൽ അവന്റെ ബുദ്ധിയുടെ 2 ഭാഗവും പോകുമെന്നാണ്. വൈകാരിക ചിന്തകൾ അവൻ ഉടലെടുക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആന്റെ ആയത്ത്. നമ്മൾ ഇനി എത്ര അതിന്റെ മേൽ നല്ലവരാണെന്ന് പറഞ്ഞാലും മനുഷ്യനെ പടക്കപ്പെട്ടപ്പോൾ അവന്റെ ഉള്ളിൽ അവൻ അങ്ങനെയാണ്. മഹാനായ ശൈഖുനാ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് കേട്ടോ നിങ്ങൾ. ഒരാള് പറയാണ്, എനിക്ക് ഒരു പെണ്ണിനെ കണ്ടാലും ഒന്നും തോന്നൂല്ല, ഒരു വികാരവും തോന്നൂല്ല, ഞാൻ സംശുദ്ധനാണ്, ഞാൻ അത്രമേൽ പരിശുദ്ധനാണെന്ന് പറയുന്നവനേക്കാൾ കള്ളൻ ഈ ദുനിയാവിൽ വേറെ ഇല്ല എന്നാണ് തോന്നും. ഒരാണായാൽ ഒരു പെണ്ണിനൊരു വൈകാരികമായ ഒരു മനോഭാവം ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണ് അള്ളാഹു മനുഷ്യനെ പടച്ചേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പിന്നെ നമ്മൾ ഇതിനൊക്കെ വിട്ടുമാറി നിൽക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? തഖ്വയോടുകൂടി ജീവിക്കുക. അതിനുള്ള വഴികൾ വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ തുറന്നു കാണിക്കും, നിങ്ങളൊക്കെ അടച്ചു മൂടി കിടന്നാൽ ഞങ്ങളൊക്കെ തുറന്നു കാണിക്കുമെന്ന് പറയുന്ന വർത്തമാന കാലഘട്ടത്തിലെ അഭിനവ സിനിമാ മേഖലയിലെ നടീനടന്മാരുടെ വാർത്തകൾ പുറം ലോകം വന്നപ്പോ നാണം കെട്ടിനിക്കാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ സിനിമാ ലോകം. എടുത്തിറങ്ങിയ സിനിമകളെല്ലാം കോടികൾ കൊയ്തപ്പോഴും, മലയാള സിനിമയിൽ ഇവിടെ അവാർഡുകൾ നെയ്തെടുത്തപ്പോഴും അതിന്റെ തൊട്ടു പിന്നാലെ ആ മേഖലയെ താറടയ്ക്കുന്ന ഒരു വാർത്ത വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ അടിത്താരകളിൽ സുഖമുള്ള ജീവിതങ്ങളിലെ പത്രമാധ്യമങ്ങൾ വന്ന വാർത്തകൾ കാണുന്ന തിളക്കമല്ല അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്നാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ നോക്കിയേ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലെ മുദരിസാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മാഇസ ശൈത്താൻ മിൻ ഇബ്നി ആദം ഇല്ലാ അതാഹു മിൻ ഖിബലിൻ നിസാ. എല്ലാ വിഷയങ്ങളിലും ഇബ്ലീസ് പരാജയപ്പെടുമ്പോ, ശൈത്താൻ പരാജയപ്പെടുമ്പോ അവനെ നിസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും ശൈത്താൻ നോക്കി. എന്തു വന്നാലും അവൻ അവ്വൽ വഖത്ത് പള്ളിയിലുണ്ടാവും. റമളാൻ മാസത്തിലൊന്ന് വഴിപിഴപ്പിക്കാൻ നോക്കി, നടന്നില്ല. അവൻ അതിലും വിജയിച്ചു. റമളാൻ 30 നോമ്പും നോറ്റു. ഹജ്ജിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ മനസ്സിൽ കുടില ചിന്തകൾ ഇട്ടുകൊടുത്തു. അവൻ ഹജ്ജിനും പോയി, അവൻ ഉംറയ്ക്കും പോയി, ധാരാളം സ്വതക്കയും ചെയ്തു, അവൻ സക്കാത്തും കൊടുക്കുന്നവനാണ്. ഇങ്ങനെയെല്ലാം അവൻ വിജയിച്ചു പോകുമ്പോ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശൈത്താൻ അവസാനമായിട്ട് അവനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പെണ്ണാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ, പെണ്ണിനെ കൊണ്ട് ചിലപ്പോൾ രാജാക്കന്മാരായാലും പണ്ഡിതന്മാരായാലും എത്ര വലിയ ഖാളിമാരായാലും അവസാനം ചെന്ന് വീഴുന്നത് ഈ ഒരു വിഷയത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹുവിനെ കാക്കുമാറാവട്ടെ. ഉറക്കെ നമ്മൾ ആമീൻ പറയണം. ഞാനതിലില്ല ഉസ്താദേ എന്ന് പറയുമ്പോ എന്റെ മകൾ വരും തലമുറ ഇതൊക്കെ പെടാം. അതുകൊണ്ട് നമ്മൾ മാത്രം സംശുദ്ധരാണ്, എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, വഖദ് ഉതിയ അലയ്യ 80 സനാ, എനിക്ക് 83 വയസ്സായി. 80 വയസ്സോളമായി. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ 2 കണ്ണിൽ ഒരു കണ്ണിന്റെ കാഴ്ച മുഴുവനും പോയി. വദഹബത് ഇഹ്ദാ ഐനൈ വഅന അയ്ശു ബിൽ ഉഖ്റാ, മറ്റേ കണ്ണിന്റെ കാഴ്ച പോകാറയായി. പക്ഷേ വഅൻ അഖൂഫ മാ അഖാഫു അലാ നഫ്സി ഫിത്നത്തിൻ നിസാ. 80 വയസ്സായ താടിയും മുടിയും നിറച്ച അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനര് പറയുന്നു, മദീനയിലെ മുദരിസ പറയുന്നത്, 80 വയസ്സായി താടി നിറച്ചു. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആബിദായ മനുഷ്യൻ മാത്രമല്ല, പണ്ഡിത കുലപതിയായ ആലിമാണ് പറയുന്നത്, എന്റെ നഫ്സിൽ ഞാൻ ഏറ്റവും പേടിക്കുന്ന വിഷയം പെണ്ണിന്റെ വിഷയമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്വഹാബാക്കളിൽ പ്രമുഖനായ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസ്നിയ വ അസ്രിഖു ഫഖീൽ. ഞാൻ ഖത്തീബായതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഞാൻ അങ്ങനെയുള്ള ആളെ അല്ല.
നിങ്ങൾ പറയുന്നു നിങ്ങൾ സമൂഹത്തിന്റെ ഉന്നതന്മാരാണ്, പ്രായമായി 3-4 മക്കളായി, ഞാൻ ഒരു കുടുംബനാഥനെ, അങ്ങനെ ഒരു ചിന്തയില്ല ഉസ്താദ് എന്ന് പറയുന്നവർ അങ്ങനെ പറയുന്ന നുണയാണെന്നാണ്. മനുഷ്യന്റെ മനസ്സാണെങ്കിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് ദീനിൽ ചില നിയമങ്ങൾ അള്ളാഹു വെച്ചിരിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ അൻ അസ്നിയ, എന്നെ ഒരു വ്യഭിചാരിയാകുന്നതിൽ നിന്ന്, ഞാനൊരു വ്യഭിചാരിയാകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. വസിരിഖു, ഞാനൊരു മോഷ്ടാവാകുന്നതിനെ തൊട്ട് നീ എന്നെ കാക്കണമല്ലാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രായമായി ചോദിച്ചു, കബുറ സിന്നുക വ അന്ത സ്വാഹിബു റസൂലില്ലാഹ്, അങ്ങക്ക് കുറെ പ്രായമായല്ലോ അബൂ ഹുറൈറ, ഒരുപാട് ഹദീസുകൾ അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അബൂ ഹുറൈറ, അത്തഖാഫു അലാ നഫ്സിക മിനസ് സിനാ വസ്സരിഖ, അങ്ങ് വ്യഭിചാരത്തിനെയും കളവിനെയും ഭയപ്പെടുകയാണോ? അങ്ങ് ഇത്ര വലിയൊരു മഹാനായിട്ട്, അങ്ങ് ഇത്ര വലിയൊരു പണ്ഡിതനായിട്ട്, അങ്ങ് ഇത്ര വലിയൊരു കേമനായ സ്വഹാബിയായിട്ട് അങ്ങ് ഭയപ്പെടുകയാണോ അബൂ ഹുറൈറ? ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടിയുണ്ട്, കൈഫ ആമനു അലാ നഫ്സി, എങ്ങനെയാണ് എന്റെ ശരീരം നിർഭയത്വമാവുക? വ ഇബ്ലീസു ഹയ്യോ, ഇബ്ലീസ് ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് നിർഭയനാവുക? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, വ്യഭിചാരത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നമ്മളെ കാക്കുമാറാവട്ടെ. പെണ്ണിന്റെ വിഷയത്തിൽ കുടുങ്ങുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. സാധാരണക്കാരല്ല, പണ്ഡിതന്മാര് പോലും, ഹാജിയാക്കന്മാര് പോലും, വലിയ കാരണവന്മാര് പോലും പെട്ടുപോകുന്ന ഈ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആന്റെ ചില ആയത്തുകൾ നമ്മൾ പഠിക്കേണ്ടത്. ഇസ്ലാം പെണ്ണിനെ മൂടി വെക്കുന്നത്, ഇസ്ലാം പെണ്ണിനെ സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടല്ല. ഇപ്പൊ ഹേമ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടിൽ 250 പേജിന്റെ താഴെ 300 പേജ് ഉണ്ടായിരുന്നു എന്നാണ് പത്രവാർത്ത. അതിലെത്രയോ വെട്ടിക്കുറച്ചിട്ട് 233 പേജ് ഉണ്ട് എന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടി വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൽ ഭൂരിഭാഗം വരുന്ന പേജുകളിലും വരുന്ന വാർത്തകൾ അതിഗുരുതരമായ വാർത്തയാണ്. വർത്തമാന കാലഘട്ടത്തിലെ പത്രമാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സിനിമാ നടിമാരും പറയുന്നുണ്ട്, എനിക്കും ആ അനുഭവമുണ്ട്. വിശുദ്ധമായ ഖുർആൻ കേട്ടോ, ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു വിശുദ്ധമായ ഇസ്ലാമിൽ പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം എന്തെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖലീം. ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെണ്ണിനെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹബീബായ തങ്ങൾ മക്കയിൽ ഭൂജാതനാകുന്നതിന് മുമ്പ് മക്കയുടെ മണലാരുണ്യത്തിൽ ഇന്നും പോയാൽ മക്കയിൽ നിങ്ങൾക്ക് കാണാം, കെട്ടിടങ്ങളുടെ ഇടയിൽ ഒരു കെട്ടിടം മാത്രം പണിയാനുള്ള നല്ല സ്ഥലം ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറുള്ളത്. ഉംറയ്ക്ക് പോകുന്നവരൊക്കെ പോയി കാണാറുണ്ട്. അവിടെ വിജനമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വേറെ കെട്ടിടങ്ങളൊന്നുമില്ല. അവിടെ ഒരേ ഒരു ഖബറേ ഉള്ളൂ. അത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്. ചുറ്റും ഇങ്ങനെ നിരന്ന് കിടന്നിരുന്ന സ്ഥലമേതെന്നറിയോ? ജനിച്ച പെൺകുട്ടികളാണെങ്കിൽ കൊണ്ട് കുഴിച്ചു മൂടിയിരുന്ന സ്ഥലമാണ്. അവിടെ സൗദി ഗവൺമെന്റ് പലപ്പോഴും കെട്ടിടമുണ്ടാക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. അത് തകർന്നു പോകുന്നു എന്നാണ് പറയുക. അത്രത്തോളം ഇരുളടഞ്ഞ ഒരു സ്ഥലമുണ്ട് മക്കയുടെ കഅബയുടെ ചാരത്ത്. അവന്റെ തൊട്ടടുത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുള്ളത്. ഇതൊക്കെ അവിടെ പോയാ കാണുന്ന കാഴ്ചകളാണല്ലോ സഹോദരങ്ങളെ. നമ്മൾ ചിന്തിക്കണേ, ഗർഭിണിയായ ഒരു പെണ്ണ് ആ മക്കയിലെന്നുണ്ടായാൽ ആ പെണ്ണിനെ കൊണ്ടുപോയി ഖബറിന്റെ ചാര ഒരു കുഴി കുഴിച്ചിട്ട് ആ ഖബറിന്റെ ചാര എങ്ങനെ ഇരുത്തും? പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി എടുത്തുകൊണ്ട് തിരിച്ചുവിടും. പെൺകുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിനെ അപ്പത്തന്നെ ആ മണ്ണിലോട്ട് ജീവനോടെ കുഴിച്ചു മൂടുന്ന 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാണിത്. ഈ സാഹചര്യത്തിലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചു ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട കാലഘട്ടമെന്നാണ്. സഹോദരങ്ങളെ, വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, സമയം കുറവാണ്. ഇവിടെയാണ് വിശുദ്ധ ഇസ്ലാമിൽ പെണ്ണിന്റെ സ്ഥാനം കൊണ്ടുവരുന്നത്. പെണ്ണിന് സ്ഥാനമില്ല, പെണ്ണ് ഇസ്ലാമിൽ അടിമയാണെന്ന് പറയുന്നവരെ നിങ്ങൾ പറയണം ഹേമ കമ്മീഷന്റെ മറുപടി. പെണ്ണൊന്ന് ശരീരം മറയ്ക്കാൻ പറയുന്നതിന്റെ പേരിൽ ഇസ്ലാം കാടത്തത്തിന്റെ മതമാണെന്ന് സോഷ്യൽ മീഡിയയിലും വാർത്താചാനലും കയറി പുലമ്പുന്നവര് അവര് പറയണം ഇതിന്റെ മറുപടി. എന്തുകൊണ്ട് പിന്നെ ഹേമ കമ്മീഷൻ വ്യഭിചാരത്തിന്റെ കഥകൾ പറയുന്നു, കുത്തഴിഞ്ഞ കഥകൾ പറയുന്നു? ഏതെങ്കിലും ഒരു പെണ്ണ് സിനിമയുടെ ചാൻസിന് വേണ്ടി വന്നാൽ അവരുടെ ശരീരത്തിന് വില പറയുന്ന സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരും സിനിമാ നടന്മാരും പോലുള്ള ഈ മേഖലയിൽ നിന്ന് അഴിഞ്ഞാട്ടം നടക്കുമ്പോ അതിന്റെ പിന്നാലെ അതിന് വിജയിപ്പിക്കാൻ പോകുന്നതിൽ ഒരു 90% ഈ സമുദായത്തിലെ മുസ്ലിമീങ്ങളാണ്. ഈ റമദാൻ മാസത്തിലും 2018 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ തറാവീഹ് പോലും ഉപേക്ഷിച്ചിട്ട് ആ സിനിമാ തിയേറ്ററിൽ പോയി കണ്ടത് ഈ മുസ്ലിം സമുദായത്തിന്റെ ബഹുഭൂരികം ചെറുപ്പക്കാരാണ്. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്, വ്യഭിചരിക്കാൻ വേണ്ടി കുറെ ആളുകൾ മാറി നിൽക്കുമ്പോ അതിനെ പൈസ കൊടുത്ത് കാണാൻ വേണ്ടി പോകുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ആളുകളോടാ പറയുന്നത്. അതിന്റെ ബഹുഭാഗത്തിൽ നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നവര് പറയുന്നുണ്ട് ഇസ്ലാമിൽ പെണ്ണിന് സ്ഥാനമില്ല എന്ന്. അതിന് ചുട്ട മറുപടിയാ വിശുദ്ധ ഖുർആൻ പറയാ. ചുട്ട മറുപടി അള്ളാന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബി, അല്ലയോ നബിയേ. ഹിജാബിന്റെ ആയത്തിറങ്ങി നടപ്പഴാ നമുക്ക് ഇപ്പോഴും ബോധമായിട്ടില്ലല്ലോ. നമുക്ക് വല്ല ബോധമുണ്ടോ? നമ്മുടെ മകളുടെ കല്യാണത്തിന്റെ അന്ന് നമ്മുടെ മകളെ കെട്ടിച്ചമപ്പിച്ച് കുട്ടിയിട്ടുകൊണ്ട് സ്റ്റേജിൽ കൊണ്ട് വ്യഭിചരിക്കാൻ നിർത്തല്ലേ? അതിന് ഈ തലമുറയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞ ദിവസം മദ്രസയെ പഠിപ്പിച്ചുകൊണ്ട് കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിങ്ങളെയൊക്കെ കല്യാണമായ നിങ്ങളെന്ന് മാറി നിൽക്കൂ, നിങ്ങളിവിടെ പഠിച്ചല്ലേ, എല്ലാരും ചെയ്യണതല്ലേ ഉസ്താദേ, പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുന്ന നിബിതങ്ങളോട് പറയുന്നുണ്ട്, നബിയേ നബിയെ എന്ന് പറഞ്ഞാൽ നിബിതങ്ങളോട് മാത്രമല്ല കേട്ടോ, വർത്തമാന കാലഘട്ടത്തിലെ 2024 ഡേറ്റ് എത്രയാ? 23-ാം തീയതി ഈ ജുമാ ദിവസത്തിൽ ഈ പള്ളിയിലിരിക്കുന്ന വാപ്പമാരായ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാത്ത പ്ലാസ്റ്റിക് അല്ലാത്ത നല്ല നട്ടലുള്ള തന്തമാരോട് ഖുർആൻ പറയാ ഖുർആൻ, കുല്ലി അസ്വാജിക്, നിന്റെ ഭാര്യമാരോട് നീ പറയണം, വബനാതിക്, നിന്റെ പെൺമക്കളോട് നീ പറയണം, വനിസാഇൽ മുഅ്മിനീൻ, ഒരു ഭാഗം വരുന്ന മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പറയണം. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരെ മൂടുപടങ്ങളെ ഒന്ന് താഴ്ത്തിയിടാൻ പറ നബിയേ. ഇതാ മൂടുപടം, ഇതൊന്ന് താഴ്ത്തിയിടാൻ പറയണം, ഇങ്ങനെ ഒന്ന് ഇടാൻ പറയണം, മുഖം മറ്റുള്ളവരെ കാണാതിരിക്കും. മൂടുപടം ഒന്ന് താഴ്ത്തിയിടാൻ പറയണം. ഇതാണെന്ന് അനുവദിക്കാത്തത്. അനുവദിക്കാത്തവരുടെ കഥകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെയുണ്ട്? ഖുർആൻ പറയുന്നു, എന്തിനു വേണ്ടിയാ നിന്റെ മുഖത്തിങ്ങനെ മൂടുപടം ഒന്ന് താഴ്ത്തിയിടാൻ പറഞ്ഞത്? എന്തിനാണെന്നും ഖുർആൻ പറയാ. എന്തിനെന്നറിയോ? അറഫ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ അറിഞ്ഞു എന്നാണ് അർത്ഥം വെക്കേണ്ടത്. ഖുർആൻ മുഫസ്സിരിങ്ങൾ അങ്ങനെയല്ല അർത്ഥം വെക്കുന്നത്. എടി പെണ്ണെ, നീ റെസ്പെക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയാണ്, നീ ആദരിക്കപ്പെടാൻ വേണ്ടിയാണ്, നീ ബഹുമാനിക്കപ്പെടാൻ വേണ്ടിയാണ്, കണ്ട അണ്ടനും അടകോടനും നിന്നെ നോക്കി വ്യഭിചരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നീ ഇടങ്ങേറാവാതിരിക്കാൻ വേണ്ടിയാണ്, നിന്റെ ശരീരം മറച്ച് നിന്റെ ചുണ്ട് കാണാതിരിക്കാൻ, നിന്റെ മുഖം കബലം കാണാതിരിക്കാൻ. ഇത് മറ്റുള്ളവർ നോക്കുമ്പോ ആണുങ്ങൾക്ക് വികാരമുണ്ടാകും. ഇതിന് എത്ര വലിയ സൂഫി ചിന്തവനാണെങ്കിലും അല്ലേ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത്, എനിക്കൊരു പെണ്ണിനെ നോക്കിയാലും എനിക്ക് വികാരം ഉണ്ടാവൂല എന്ന് പറയുന്നവൻ കള്ളനെന്നാണ്. ഒരു നൂറ്റാണ്ട് മുഴുവനും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാ, നമ്മൾ ആരാ? നമുക്ക് പകൽമാന്യന്മാരാകാൻ പറ്റുന്ന ആളെ അള്ളാന്റെ മുമ്പിൽ പറ്റൂല. അതുകൊണ്ട് ഖുർആൻ പറയുന്ന ഭാഷ നോക്കി, നിങ്ങൾ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ആണുങ്ങളെ നിങ്ങളോട് പറയുന്നത്, അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കരുതെന്ന്. ശേഷമുള്ള ആയത്തിന്റെ കഷ്ണം നോക്ക്, അല്ലാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അബദ്ധവശാവൊന്ന് നോക്കിപ്പോയാൽ നിന്റെ കണ്ണ് നീ ഒന്ന് അടയ്ക്കണമെന്നാണ്.
ഇടയിൽ ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ട്, ഞാൻ വിടുകയാണ്, സമയമല്ല. അള്ളാഹുവിന്റെ ഖുർആന്റെ മറ്റൊരായത്ത് നോക്കിയേ. മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളായ ആണുങ്ങളോടും മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറയുന്നുണ്ട്. കുല്ലിൽ മുഅ്മിനീൻ, എടാ ആണുങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? യഗുല്ലൂ മിൻ അബ്സാരിഹിം, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ താഴ്ത്തി വെക്ക്. ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് വരുന്നത് നിന്റെ ഭാര്യയല്ല, നിന്റെ ഉമ്മയല്ല, നിന്റെ പെങ്ങളല്ല, അടുത്ത കാറ്റഗറിയിൽപ്പെട്ട ഏത് പെണ്ണാണെങ്കിലും, അയൽവക്കത്തെ പെണ്ണാണെങ്കിലും ശരി, നിന്റെ കണ്ണ് നീ താഴ്ത്തി വെക്ക്. നിന്റെ ഗുഹ്യഭാഗത്ത് നീ സൂക്ഷിക്ക്. കാരണം കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് ഗുഹ്യഭാഗത്തിന് മാറ്റമുണ്ടാവുക. ഇതൊന്നും കുഴപ്പമില്ലല്ലോ, സമൂഹത്തിൽ നിന്ന് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ഖുർആന്റെ ആയത്ത് കേൾക്ക്. ദാലിക അസ്കാലഹും, അതാണ് നിങ്ങൾക്ക് പരിശുദ്ധി. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നിശ്ചയമായും അല്ലാഹു അറിയുന്നവനും അറിയിക്കുന്നവനുമാണ്. റബ്ബിനിതൊക്കെ നിങ്ങൾ ഇനി എത്ര കട്ടുനോട്ടം, ഞാനും നിങ്ങളൊക്കെ എത്ര കട്ടുനോട്ടം നടത്തിയാലും, എത്ര ഹൃദയത്തിന്റെ ഉള്ളിൽ ആരും അറിയാതെ എത്ര വൃത്തികെട്ട ചിന്തകൾ കൊണ്ടുവന്നാലും ഉടയ തമ്പുരാൻ ഏത് പാതിരാത്രിയാണെങ്കിലും അറിയും. അല്ലാഹു അത് പറയണത്. മനുഷ്യരെ, നിങ്ങൾക്ക് ഉണ്ടാകും, അത് നിങ്ങളുടെ മേലുള്ള കഠിനമായ പരീക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് അടുക്കുന്ന വഴികളെ ബ്ലോക്ക് ചെയ്തുകളാ. ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖറബുസ്സിനാ, വ്യഭിചരിക്കല്ലേ എന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. വ്യഭിചരിക്കല്ലേ എന്നല്ലല്ലോ, അങ്ങനെ ഒരു ആയത്തില്ല ഖുർആനിൽ. വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തോട് അടുക്ക പോലും ചെയ്യരുത്. അടുക്ക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന്റെ നോട്ടം നീ താഴ്ത്തണം. നിന്റെ സംസാരത്തിൽ അശ്ലീലത കൊണ്ടുവരരുത്. മൊബൈലിൽ പാതിരാത്രി സ്ക്രോൾ ചെയ്യുമ്പോ അശ്ലീല വീഡിയോ വരരുത്. കഴിഞ്ഞ ദിവസം മുഅല്ലിമീങ്ങളുടെ സമസ്തയുടെ മുഅല്ലിമീങ്ങളുടെ റേഞ്ച് യോഗം നടത്തിയപ്പോൾ അവിടുത്തെ വിഷയം പോസ്കോ വിഷയമായിരുന്നു. അപ്പൊ ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്, 8ാം ക്ലാസ് 8 വയസ്സുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, എറണാകുളം ജില്ലയുടെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള കുട്ടി, അവൻ വീട്ടിൽ പോയി മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് അശ്ലീല സൈറ്റുകൾ തേടി അവൻ കണ്ടുകൊണ്ടിരുന്നപ്പോ അവനെ 10 മാസം നൊന്തുപെറ്റ ഉമ്മ കടന്നു വന്ന് കണ്ടത് ബോധം കെട്ട് വീണുന്ന്. നമ്മുടെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്, ആരും അറിയാത്തൊരു സംഭവം. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇതിന്റെയൊക്കെ അഡിക്റ്റുകളായി മാറി. എന്തുകൊണ്ട് അഡിക്റ്റുകളായി മാറി? ഇതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കാണേണ്ടതാണ്, അതൊക്കെ കണ്ടിരിക്കേണ്ടതാണ്, അതൊക്കെ ഒരു സെക്ഷുവൽ നോളജ് ആണ്, അതൊരു വിദ്യാഭ്യാസ മേഖലയാണെന്നൊക്കെ പറഞ്ഞ് ഈ മേഖലയെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ഖുർആന്റെ നിയമങ്ങൾ കാടത്തത്തിന്റെ നിയമമായി, കാടന്മാരുടെ നിയമമായി. നിങ്ങൾ നോക്കിയേ, വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ആയത്തൊക്കെ ഏറെയാണ്, ഏറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ. നമ്മുടെ പെൺമക്കളോടും പറയണം, ഭാര്യമാരോടും പറയണം, നമ്മുടെ നാട്ടിലുള്ള മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളും അത് പറയണം. ഇന്ന് പെണ്ണുങ്ങളുടെ ക്ലാസ്സിൽ ഇത് പറയേണ്ടിയിരിക്കുന്നു. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, പെണ്ണുങ്ങളെ സംസാരത്തിൽ മയം കാണിക്കല്ലേ നിങ്ങൾ. ഹലോ, നമ്മുടെ പെൺകുട്ടികളുടെ മുമ്പിൽ എന്തുകൊണ്ട് അവർ ഈ രോഗങ്ങൾക്ക് മാറുന്നു എന്ന് ആധുനിക സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിൽ വാപ്പാടെ സംസാരം എപ്പോഴും എന്നുള്ള ആക്ഷൻസും സ്ട്രോങ് വാക്കുകളാണ് വീട്ടിന്റെ ഉള്ളിൽ. കോളേജിൽ ചെല്ലുമ്പോഴാണ് കൂട്ടുകാരന്മാര്, എന്തായിരുന്നു മോളെ ഇന്നലെ വരാത്തെ? ഓ, വാപ്പ കാടനും കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരൻ എന്റെ മനസ്സറിയുന്ന എന്റെ പ്രിയപ്പെട്ടവനുമായി മാറി. ഇവിടെയാണ് പ്രണയം ആരംഭിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കുട്ടികളാ കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പമാരുടെ വിദേശത്ത് പോയി കിടന്ന് ചുട്ടുപൊള്ളുന്ന, ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയാ, ചുട്ടുപൊള്ളുന്ന വെയിലാവസ്ഥ എന്ന്. ആ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അവളെ വസ്ത്രത്തിനും അവളെ എല്ലാത്തിനും. നമ്മളെ നാട്ടിലുള്ള നിങ്ങളാണെങ്കിലോ, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം വരുന്ന ആളുകളും പാവങ്ങളാണ്. സമ്പന്നരായ ആളുകളെ വിരലെണ്ണാവുന്നവർ മാത്രം. ബഹുഭൂരിഭാഗം പാവങ്ങളാണ്. ഓട്ടോറിക്ഷ ഓടിച്ചും ഗൾഫിൽ പോയി കിടന്ന് കൂലിപ്പണി ചെയ്തും കണ്ടവന്റെ അടിവ് കൂലിപ്പണിയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ കാശ് നമ്മൾ എന്തിനാ സമ്പാദിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഈ മക്കൾക്ക് കൊടുത്തിട്ടോ
ഈ മക്കൾ കൊടുത്തതിന്റെ ഫലം എന്താ? ആഖിറത്തിൽ ആസ്വദിക്കാനാണെങ്കിൽ സഹോദരങ്ങളെ വകവെച്ചു കൊടുക്കരുത് നമ്മുടെ ഒരൊറ്റ മക്കൾക്കും. കാരണം വർത്തമാന കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസം ആഭാസത്തിൻ്റെതാണ്. ഇതൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ശുദ്ധമായ ഖുർആൻ എണ്ണി എണ്ണി സൂറത്തു നൂർ എന്ന് പറയുന്ന ഒരു സൂറത്തിന്റെ പ്രകാശം എന്നാണ് ആ സൂറത്തിന്റെ പേര് തന്നെ. ആ സൂറത്ത് ഇങ്ങനെ ഓതി നോക്കിയാൽ ഫുൾ ഇതാണ്, ഫുൾ. ഞാൻ ഈ ഓതി ആയത്തുകൾ ബഹുഭൂരിഭാഗം ആയത്തുകൾ സൂറത്തു നൂറിന്റേതാണ്. ഈ ആയത്തുകൾ കേട്ട് അവസാനിപ്പിക്കുകയാണ്. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, പെണ്ണുങ്ങളെ നിങ്ങളുടെ സംസാരത്തിൽ മയം കാണിക്കരുത്. ഫയത്മഉൽ ലദീ ഫീ ഖൽബിഹി മറദ്, അങ്ങനെ നീ സംസാരിച്ചു പോയാൽ നിന്റെ ഓപ്പോസിറ്റുള്ള ചെറുപ്പക്കാരനാണെങ്കിലും ആണാണെങ്കിലും ഏത് കിളവനാണെങ്കിൽ പോലും അവന്റെ മനസ്സിൽ രോഗങ്ങൾ ഉണ്ടാകും. വഖുൽന ഖൗലൻ മഅറൂഫാ വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിൽ ആദ്യമായി പെണ്ണുങ്ങൾ കറങ്ങി നടക്കുന്നത് പോലെ പെണ്ണേ നീ ഇറങ്ങി നടക്കല്ലേ മോളെ. നീ കോളേജിൽ പോയാലും, നീ ഏത് പരിപാടിക്ക് പോയാലും, നീ സ്കൂളിൽ പോയാലും, നീ ആരോടും മയമായിട്ട് നീ അവരെ സുഖിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ മോളെ നീ പറയരുത്. അത് മറ്റുള്ള ആണുങ്ങളുടെ കൽവിൽ രോഗമുണ്ടാക്കും. അവര് ചിന്തിച്ചു പോകും നിനക്ക് അവരെ ഇഷ്ടമാണെന്ന്. അവിടെ പ്രണയം മുട്ടിടും മോളെ. അവർ നിന്റെ ശരീരത്തിൽ കൈവയ്ക്കും മോളെ. ഇത് സ്വന്തം മക്കളോട് വാപ്പമാരും ഉമ്മമാരും പറഞ്ഞു കൊടുക്കണമെന്നാ ഖുർആൻ പറയാ. ഞാൻ ചോദിക്കുന്ന വെസ്റ്റ് മുടിക്കൽ പള്ളിയുടെ അകത്തുള്ള വാപ്പമാരെ, ഇന്ന് വരെയെങ്കിലും ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ? പൊന്നു പെൺമക്കളോട് പറഞ്ഞിട്ടുണ്ടോ? 3, 4, 5, 6, 7 വയസ്സായ പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാ. 8 വയസ്സുള്ള ആസിഫ എന്ന പൊന്നുമോളയാ 8 പേര് കൂടി ക്രൂരബലാത്സംഗം ചെയ്ത് മരപ്പൊത്തിന്റെ ഉള്ളി ഒളിപ്പിച്ചു വെച്ച കാലഘട്ടത്തിന്റെ കഥ ഞാനും നിങ്ങളും മറന്നുപോയെങ്കിലൂ ഞാനും നിങ്ങളും അറിയാത്ത 100 കഥകളുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിൽ ഒരു പാവപ്പെട്ട 8 പെൺകുട്ടികളെയാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ സ്കൂളിലെ പാചകക്കാരനായ ആള് 8 പാവപ്പെട്ട കൊച്ചു പെൺകുട്ടികളെയാണ് ക്രൂരബലാത്സംഗം ചെയ്തതെങ്കിൽ ഇതൊന്നും നമ്മൾ വായിക്കൂല, ഇതൊന്നും നമ്മൾ അറിയൂല. കല്യാണത്തിന്റെ മാമാങ്കങ്ങളിൽ സ്വന്തം മക്കളെ പോലും ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് അഴിഞ്ഞാടാനും സ്വന്തം ഭാര്യയെ പോലും ഒന്ന് നല്ല വസ്ത്രമെടുത്ത് പോടി എന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത നാണം കെട്ട ആണുകളായി ഞാനും നിങ്ങൾ മാറുന്നതെങ്കിൽ നാളെ പടച്ചവന്റെ ഒരു കോടതിയുണ്ട് വാപ്പാ. സമാധാനം പറയാതെ ഒരു കാല് പോലും അനക്കാൻ പറ്റൂല. അതുപോലെ ആൺകുട്ടികളുള്ള വാപ്പമാര് കേട്ടോ, കണ്ട പെണ്ണുങ്ങളോട് അഴിഞ്ഞാടാനും സംസാരിക്കാനും പോകുമ്പോ അതവരുടെ ഗേൾ ഫ്രണ്ട് അല്ലേ, പെണ്ണുങ്ങളല്ലേ. ഇന്ന് സിനിമാ തിയേറ്ററിൽ പോയി മക്കള് സിനിമ കണ്ടാലും വാപ്പാക്ക് കുഴപ്പമില്ല. അവൻ കള്ളു കുടിക്കുന്നില്ലല്ലോ, കഞ്ചാവടിക്കുന്നില്ലല്ലോ, ചെറിയൊരു സിനിമയല്ലേ കണ്ടുള്ളൂ. ഇന്ന് സിനിമയും സീരിയലും ഈ കാണുന്ന മാധ്യമങ്ങളെല്ലാം പ്രേരിപ്പിക്കുന്നത് വ്യഭിചാരങ്ങളാണ്, അശ്ലീലങ്ങളാണ്, ആഭാസങ്ങളാണ്. അതിലെ കഥകൾ കണ്ട് അഴിഞ്ഞാടുന്ന കാട്ടാളന്മാരായി നമ്മുടെ മക്കള് മാറാൻ പാടില്ല. ഇന്നിപ്പോ ഈ ഹേമ കമ്മീഷൻ ഇനിയും വാർത്തകൾ പുറത്തു വരാനുണ്ട്. സഹോദരങ്ങളെ, പൈസ കൊടുത്ത് അവരൊക്കെ അതൊക്കെ അതിന് രക്ഷപ്പെടുമായിരിക്കും. റബ്ബിന്റെ ഒരു കോടതിയുണ്ട്. നമുക്ക് വലുത് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പെണ്ണുങ്ങളുമാണ്. വിശുദ്ധ ഇസ്ലാം കാണ്ടത്തത്തിന്റെ മതമല്ല. പെണ്ണുങ്ങളെ ശരീരം മറയ്ക്കാൻ പറയുന്നത്, പെണ്ണുങ്ങളോട് നല്ലവണ്ണം നടക്കാൻ പറയുന്നത്, വിശുദ്ധ ഇസ്ലാം മൂടിപ്പുറച്ച് നടക്കാൻ പറയുന്നതല്ല. നിങ്ങളെ മുഖം മറയ്ക്കൂ, ശരീരം മറയ്ക്കൂ. നിങ്ങളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ആ രൂപത്തിലാണ്. വാപ്പയും സഹോദരനുമല്ലാത്ത മറ്റാരേത് കുടുംബത്തിലുള്ള അംഗം കണ്ടാലും അത് വൈകാരിക ബന്ധങ്ങൾക്ക് വഴിവെക്കും. സ്വന്തം ഭർത്താവിന്റെ അനിയനാണെങ്കിൽ പോലും എന്റെ ഭാര്യയെ കാണാൻ പാടില്ലെന്ന വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമെങ്കിലും അത് സൂക്ഷിക്കാനേ ദീൻ പറഞ്ഞുള്ളൂ. ഹബീബായ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? മാമിൻ മുസ്ലിമിൻ യൻദുറു ഇലാ മഹാസിനി ഇംറഅത്തിൻ സുമ്മ യഗുല്ലു ബസറഹു. റോട്ടിലൂടെ നടന്നു പോവുകയാണ്, വെസ്റ്റ് മുടിക്കലിലെ റോട്ടിന്റെ ഭാഗത്തൂടെ നടന്നു പോയപ്പോ അന്യ പെണ്ണ് ഓപ്പോസിറ്റൂടെ നടന്നു വരുമ്പോ, എടാ മുഅ്മിനായ നീ യഗുല്ലു
ബസറുഹു, നിന്റെ കണ്ണൊന്ന് താഴ്ത്തി വെച്ചാ റബ്ബ് തരുന്ന കൂലി എന്തെന്നറിയോ? നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, പക്ഷേ ഒരാസ്വാദനവും കിട്ടാറില്ലല്ലോ. ചുമ്മാ വന്ന് കുനിഞ്ഞു നോന്ന് പോകുന്നതേ ഉള്ളൂ. ഫാത്തിഹ കേൾക്കുമ്പോ അലോസരമാണ്, ദുആ ഒന്ന് നീണ്ടുപോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, പള്ളിയിൽ കുറച്ചു നേരം ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ നമുക്ക് ഊരവേദനയാണ്. അങ്ങനെയൊക്കെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഹറാമായ കാഴ്ചകൾ കണ്ട് 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 ഹൃദയം മരവിച്ചു പോയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങോട്ട് കേറാത്തത് കൊണ്ടാണ്. നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ വാള് കൂടി കാലഘട്ടം, പക്ഷേ മാറുന്നില്ല. മാറാൻ സാധ്യതകൾ കുറവാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അങ്ങനെയായി നമ്മുടെ മനുഷ്യ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോ മുത്തുനബി തങ്ങൾ പറയും, നിങ്ങൾ കണ്ണൊന്ന് താഴ്ത്തിയാൽ ഇല്ല അഖ്ലഫല്ലാഹു ലഹു ഇബാദത യജിദു ഹലാവതഹാ, എന്നിട്ട് നിങ്ങൾ പള്ളി വന്നൊന്ന് കൈകെട്ടി നോക്കൂ, നിങ്ങൾക്ക് റബ്ബിനെ കാണാം. ആ നിസ്കാരത്തിൽ ലദ്ദത്തിന്റെ ആഗ്രഹത്തിന്റെ ഏറ്റവും വലിയ സുന്ദരമായ ഒരു പെണ്ണിനെ കാണുമ്പോ കിട്ടുന്ന സുഖമല്ല, റബ്ബിന്റെ മുമ്പിൽ കിട്ടി നിൽക്കുന്ന സുഖം വല്ലാത്ത സുഖമാണ്. അതാർക്കും വേണ്ടാത്തത് കൊണ്ടാണ്. ആ സുഖം നിനക്ക് തരുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ, മഹാനായ മുഹമ്മദ് മുസ്തഫ, ഉറക്കവന്ന് സ്വലാത്ത് പറ, മഹാനായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ധാരാളമുണ്ട് ഈ വിഷയം, ഞാൻ ചുരുക്കുകയാണ്. അടുത്ത ആഴ്ച ചിലപ്പോൾ ഇതിന്റെ ബാക്കി പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞും ചിന്തിച്ചും കേട്ടുമൊക്കെ പ്രവർത്തിക്കുകയും നമ്മുടെ ഇസ്ലാമിന്റെ ചിന്താഗതികൾ, അതാണ് ശരിയായ ചിന്താഗതി. നമ്മളെ കുടുംബത്തിൽ ചില ആഘോഷങ്ങൾ വരുമ്പോ, നമ്മുടെ വ്യക്തിപരമായ കാര്യം വരുമ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മൾ തള്ളരുത്, സൂക്ഷിക്കണം. നമ്മൾ ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഒരു പോറൽ പോലും, ഒരു ബുദ്ധിമുട്ട് പോലും ഏൽക്കാതെ അള്ളാഹു ദുനിയാവിൽ നമ്മളെ കാത്തുകൊള്ളും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ദുആ ചെയ്യുകയാണ്. ഇന്ന് ദുആ ചെയ്യാൻ ഒരു സഹോദരി തന്റെ അസുഖം മാറുന്നതിന് വേണ്ടി കുടുംബത്തിൽ ഐശ്വര്യമുണ്ട്